ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ വചനം മനോഹരമാണ്. ഒരു ചുരുൾ ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ എസെക്കിയേൽ അത് ഭക്ഷിക്കുന്നുണ്ട്. ഭക്ഷിച്ചിട്ട് എസെക്കിയേൽ പറയുന്നത് ഇപ്രകാരമാണ്: അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. നമ്മുടെ വീട്ടിൽ അമ്മച്ചി നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നമ്മളത് കഴിച്ചിട്ട് പറയാറുണ്ട്, അമ്മച്ചി വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല രുചിയുണ്ട്. എസെക്കിയേൽ ദൈവത്തിൻ്റെ വചനം തിന്നതിന് ശേഷം, ഭക്ഷിച്ചതിന് ശേഷം ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്: അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം അതിമനോഹരമാണ്. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവമായ എനിക്ക് മാറ്റമില്ല. I am the God who never changes. മാറ്റമില്ലാത്തവനായ ദൈവം, മാറാത്തവനായ ദൈവം, ഒരു മാറ്റവും ഇല്ലാത്തവനായ ദൈവം. ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് ഏതാനും കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് മാറ്റമില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാരാംശത്തിൽ മാറ്റമില്ല. ദൈവം ആത്മാവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ദൈവം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, തടി കൊണ്ടുണ്ടാക്കിയ ഒരു മേശ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നു. സ്റ്റീൽ കൊണ്ടുള്ള ഒരു അലമാരി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഐസ് കട്ട മേശപ്പുറത്തിരുന്നാൽ അതെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്: ദൈവം എന്താണോ അതിൽ ദൈവത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല. തണുപ്പ് കാലത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ഐസ് കട്ടകൾ അടിഞ്ഞുകൂടുന്നു, കുമിഞ്ഞുകൂടുന്നു. മഞ്ഞ് വളരെ സമൃദ്ധമായ നിലയിൽ പർവ്വതങ്ങളുടെ മുകളിൽ മൂടിക്കിടക്കുന്നു. എന്നാൽ ചൂടുകാലം വരുന്ന സമയത്ത് ഈ മഞ്ഞെല്ലാം ഉരുകിപ്പോകുന്നു. പർവ്വതത്തിൻ്റെ രൂപത്തിനും ഭാവത്തിനും തന്നെ മാറ്റം വരികയാണ്. അതുപോലെ കടലിലെ ജലം സൂര്യൻ്റെ ചൂടടിക്കുമ്പോൾ ആവിയായി, നീരാവിയായി മേഘപാളികൾക്കിടയിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എല്ലാത്തിനും മാറ്റമുണ്ടാകുന്നു. നിങ്ങളൊരു 5 വർഷം മുമ്പെടുത്ത നിങ്ങളുടെ ഫോട്ടോയും ഈ ആഴ്ച എടുത്ത നിങ്ങളുടെ ഫോട്ടോയും തമ്മിൽ ഒന്ന് അടുത്ത് വെച്ചിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം കാണാൻ സാധിക്കും. എന്തിന്? കഴിഞ്ഞ വർഷം എടുത്ത ഒരു ഫോട്ടോയും ഇപ്പോൾ എടുത്ത ഒരു ഫോട്ടോയും തമ്മിലൊന്ന് നോക്കുക. നമ്മളുടെ മുഖത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ മാറ്റമില്ലാത്തവനായ ഒരു ആളുണ്ട്, അതാണ് ദൈവം. ദൈവം പറയാണ്, നിങ്ങൾക്കെല്ലാം മാറ്റമുണ്ട്, പക്ഷെ എൻ്റെ മുഖത്തിന് ചുളിവുകൾ ഉണ്ടാകുന്നില്ല, എനിക്ക് പ്രായക്കൂടുതൽ ഉണ്ടാകുന്നില്ല, എനിക്ക് വാർദ്ധക്യം ഉണ്ടാകുന്നില്ല, എനിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. ഐ ആം ദാറ്റ് ഐ ആം. മോശ ചോദിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ പേരെന്താണ് എന്ന് ഇസ്രായേൽ ജനം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് കർത്താവെ കൊടുക്കേണ്ടത്? ദൈവം അതിന് കൊടുക്കുന്ന മറുപടി അബ്രഹാത്തിനോ ഇസ്ഹാക്കിനോ യാക്കോബിനോ ഒരിക്കൽ പോലും പറഞ്ഞു കൊടുക്കാത്ത ഒരു മറുപടി ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ലോകത്തിൽ ഒരിടത്തും നമുക്ക് ഇങ്ങനെ ഒരു മറുപടി കാണാൻ സാധിക്കുന്നില്ല. ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കൊരിക്കലും മാറ്റമുണ്ടാകുന്നില്ല എന്നർത്ഥം. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് യോഹന്നാനോട് പറയുന്നുണ്ട്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദിയും അന്തവുമാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല. കടലിൻ്റെ മുകളിലൂടെ കർത്താവ് രാത്രിയുടെ 4-ാം യാമത്തിൽ നടന്നു വരികയാണ്. 3 യാമങ്ങളിലും കൊടുങ്കാറ്റിൽപ്പെട്ട് വെള്ളം കുടിച്ച ശിഷ്യന്മാർ
കൊടുങ്കാറ്റിൽപ്പെട്ട് വട്ടം കറങ്ങിപ്പോയ ശിഷ്യന്മാർ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് മരണത്തെ തൊട്ടു മുമ്പിൽ കാണുമ്പോൾ ഇടിവെട്ടിന്റെ നടുവിലൂടെ മിന്നൽ ഒളികൾ ആഞ്ഞു പതിക്കുന്ന അന്തരീക്ഷത്തിന്റെ മധ്യത്തിലൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവ് നടന്നു വരുമ്പോൾ ഭൂതം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ പാതിരാത്രി നിലവിളിക്കുന്ന സമയത്ത് ദൈവം അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്. യേശു അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്: ഐ ആം ദാറ്റ് ഐ ആം. ഭയപ്പെടേണ്ട, ഞാനാകുന്നവൻ ഞാനാകുന്നു. പത്രോസിനും യോഹന്നാനും യാക്കോബിനും വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലായി. കാരണം അവർക്ക് വചനമറിയാം. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു, മോശയെ ഞാൻ ഒരിക്കലും മാറ്റമില്ലാത്തവനാകുന്നു എന്ന് പറഞ്ഞ അതേ വചനം ഗലീലിയ കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്ന യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞവൻ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞവൻ കടലിന്റെ മുകളിലൂടെ നടന്നു വരുമ്പോൾ ഇതാ അതേ വചനം, യഹോവയായ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്ത അതേ വചനം പറയുന്നു: ഭയപ്പെടേണ്ട പത്രോസേ, ഇതാരാ കടലിന്റെ മുകളിൽ കൂടെ വരുന്നറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു. പത്രോസിനും യാക്കോബിനും മറ്റ് ശിഷ്യന്മാർക്കും ഇതാ മനസ്സിലായി, യഹോവയായ ദൈവം മാംസം ധരിച്ച് കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നു. മാറ്റമില്ലാത്തവനായ ദൈവം കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നു. ഒരു മാറ്റവും ഇല്ലാത്ത ദൈവം. ഗെത്സമേൻ തോട്ടത്തിൽ തൻ്റെ മരണത്തിന് തൊട്ട് മുൻപായി യേശു ശിഷ്യരോടൊപ്പമായിരിക്കുന്ന സമയങ്ങളാണ്. വികാരനിർഭരമായ സമയങ്ങളാണ്. തൻ്റെ ശിഷ്യന്മാരെ വിട്ടുപിരിയാൻ പോകുന്ന സമയമാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയാകാൻ സന്തോഷത്തോടുകൂടെ തീരുമാനമെടുത്ത് പോകുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പട്ടാളക്കാരും യഹൂദ മതത്തിൻ്റെ അന്നത്തെ ചില മതപട്ടാളക്കാരും കൂടെ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ യേശുവിനെ അവർക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ആരാണ് ഈ കൂട്ടത്തിൽ യേശു? സമയം രാത്രിയാണ്, എല്ലാവരും ഒക്കെ ഒരുപോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് യേശു അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. കൊടുക്കുന്ന മറുപടി കൃത്യമായ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടതും പട്ടാളക്കാർ എല്ലാവരും മലന്നടിച്ച് താഴെ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതാരാണെന്നറിയാമോ ഈ നിൽക്കുന്നത്? മോശയോട് മറുപടി കൊടുത്ത യഹോവയായ ദൈവം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നിന്ന് തരികയാണ്. പക്ഷെ ഒരു കാര്യം പറയാം പട്ടാളക്കാരെ, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം: നിങ്ങൾക്ക് എൻ്റെ അനുമതി കൂടാതെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ അനുവദിക്കാതെ എൻ്റെ ശരീരത്തിൽ തൊടാൻ പറ്റില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു, മാറ്റമില്ലാത്തവനാണ് ഞാൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അത് ഞാനാണ്, എന്നെ പിടിച്ചു ബന്ധിച്ചു കൊണ്ടുപോയിക്കൊള്ളുക, ഇവരെ വിട്ടേക്കുക. ദൈവം അവർക്ക് അനുവാദം കൊടുക്കുന്ന സമയത്ത് മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങളിൽ ചങ്ങല വയ്ക്കാൻ, അറസ്റ്റ് ചെയ്യുവാൻ പട്ടാളക്കാർക്ക് സാധിക്കുന്നുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, മാറ്റമില്ലാത്തവനാണ് ദൈവം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അറിയാമോ? ദൈവവചനത്തിൻ്റെ വെളിപാടുകൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മൾ അവനെ ആരാധിച്ച് കൊതി തീരാത്തൊരവസ്ഥ വരുന്നു. നമ്മൾ അത്ഭുത പരതന്ത്രരായി നിന്നു പോകുന്നു. നമ്മളെ മക്കളെ എന്ന് വിളിക്കുന്ന ഈ ദൈവം നമ്മുടെ അപ്പച്ചൻ, മാറ്റമില്ലാത്തവനായ ദൈവം. അബ്രഹാമിനോട് സംസാരിച്ച അതേ ദൈവം, മോശയോട് സംസാരിച്ച അതേ ദൈവം, ഏദൻ തോട്ടത്തിൽ ആദത്തോടും ഹവയോടും ഒപ്പം നടന്ന അതേ ദൈവം, ഒരു മാറ്റവും ഇല്ലാത്തവനായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നു, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. നമ്മൾ രണ്ടുപേർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു, വിശുദ്ധ കുർബാനയിൽ അപ്പമായി മാറുന്നു. മാറ്റമില്ലാത്തവനായ ദൈവം. ദൈവത്തിൻ്റെ സാരാംശത്തിൽ മാറ്റമില്ല. 2, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ദൈവം സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. ദൈവം സ്നേഹമാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു: കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് മോശയുടെ സമീപത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അവിടെ ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കർത്താവ് കോപിക്കുന്നതിൽ വിമുഖൻ, വിശ്വസ്തതയിലും സ്നേഹത്തിലും അത്യുദാരൻ, ആയിരങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചുകൊണ്ട് അവരോട് കരുണ കാണിക്കുന്നവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ മുഖം കാണണം,
ഐ വോണ്ട് ടു സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്. എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം മോശയ്ക്ക് തൻ്റെ മഹത്വത്തിൻ്റെ പുറകുവശമാണ് കാണിച്ചു കൊടുക്കുന്നത്. മുഴുവൻ കണ്ടാൽ മോശ കരിഞ്ഞു പോകുന്നത് കൊണ്ട് മോശയ്ക്ക് താങ്ങാവുന്നത് മാത്രം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എങ്കിലും ദൈവം തൻ്റെ ക്യാരക്ടർ അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവം തൻ്റെ സ്വഭാവം അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവം തന്നെ ദൈവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് മോശയ്ക്ക്. എത്ര മനോഹരമായൊരു നിമിഷമാണ്. മോശേ, നിനക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? മോശേ, എൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാമോ? എങ്കിലിതാ ഞാൻ പറഞ്ഞു തരാൻ, കേട്ടുകൊള്ളുക. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, ആയിരങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും കുറവുകളും ക്ഷമിച്ചുകൊണ്ട് കരുണ കാണിക്കുന്നവൻ. ഞാനും നിങ്ങളും ആ 1000-ൽ പെടുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. എത്രയോ തവണയാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ കരുണയും കൃപയും നമ്മൾ സൗജന്യമായിട്ട് അനുഭവിച്ചത്. ദൈവമേ, തെറ്റിപ്പോയെന്ന് പറഞ്ഞ നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും അവൻ കോപിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവൻ നമ്മുടെ കരണത്തടിച്ചിട്ടുണ്ടോ? അപ്പോഴെല്ലാം മാറോട് ചേർത്ത് പിടിച്ച് സാരമില്ല പോട്ടെ, സാരമില്ല പോട്ടെ എന്ന് പറയുന്ന ആ സ്നേഹസ്വരം എത്രയോ തവണ നമ്മുടെ ഉള്ളിൽ മുഴങ്ങിയിരിക്കുന്നു. എത്രയോ തവണ അവൻ നമ്മളെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഒരിക്കൽ പോലും മാറ്റം ഉണ്ടാകുന്നില്ല. ദൈവം സ്നേഹമാണ് എന്നുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് യേശുവിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു അവളെ അത്ഭുതകരമായിട്ട് മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു രക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹമാണ് അവിടെ വെളിപ്പെടുന്നത്. ആ സ്നേഹത്തിന് ഇന്നും മാറ്റമില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സ്ഥാനത്ത് ഇന്ന് ഞാനും നിങ്ങളുമാണ് നിൽക്കുന്നത്. നമുക്ക് ചിലപ്പോൾ വേറെ പാപമായിരിക്കാം, പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ കല്ലെറിയാൻ നാഥൻ അനുവദിക്കുന്നില്ല. അവിടുന്ന് സ്നേഹം മാത്രമാണ്. ലൂക്കാസ് വിശേഷം 7-ാം അധ്യായത്തിൽ കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകുന്ന പട്ടണത്തിലെ പരസ്യപാപിനി, പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് നമ്മൾ പറയും, പരസ്യവേശി വന്ന് യേശുവിൻ്റെ പാദങ്ങൾ കഴുകുമ്പോൾ അവിടെ മുറിയിലുണ്ടായിരുന്ന ആർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്നാൽ കർത്താവിന് കുലുക്കമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൽ 5-ൽ മോശയോട് പറഞ്ഞ കൃപാനിധിയും കരുണാനിധിയുമായ ദൈവം തന്നെയാണ് മാംസം ധരിച്ച് യേശു എന്ന പേരിൽ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവൻ സ്നേഹമാണ്. തെറ്റിപ്പോയി എന്ന് പറയുന്ന പാപികളോട് കരുണ കാണിച്ചുകൊണ്ട് പാപങ്ങൾ മറന്നു കളയുന്നവനാണ് അവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സ്നേഹം മാത്രമാണ്. കുരിശിൽ കിടന്ന കള്ളൻ അവസാന നിമിഷങ്ങളിൽ നിലവിളിക്കുമ്പോൾ ഈ സ്നേഹം നദി പോലെ ഒഴുകി വരുന്നത് നമ്മൾ കാണുന്നു. ഒരു കടൽ പോലെ അവനെ മുക്കിക്കളയുന്നത് കാണുന്നു. സ്നേഹത്തിന്റെ കടലിൽ മുങ്ങിയാണ് അവൻ മരിക്കുന്നത്. സ്നേഹത്തിന്റെ കടലിൽ മുങ്ങി സ്നേഹത്താൽ വീർപ്പുമുട്ടിയാണ് കുരിശിലെ കള്ളൻ മരിക്കുന്നത്. ഞാൻ പറയും, സ്നേഹം അനുഭവിച്ചുകൊണ്ട് മരിക്കാൻ അവന് ഭാഗ്യം കിട്ടി. സ്നേഹത്തിന്റെ നെഞ്ചിൽ കിടന്ന് മരിക്കാൻ അവന് ഭാഗ്യം കിട്ടി. സ്നേഹത്തിന്റെ മുഖത്ത് നോക്കി മരിക്കാൻ അവന് ഭാഗ്യം കിട്ടി. സ്നേഹത്തിന്റെ വചനം കേട്ട് മരിക്കാൻ അവന് ഭാഗ്യം കിട്ടി. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപോകാൻ ഒരു കൊടും പാപിക്ക് സാധിച്ചു. അവൻ തിരിച്ചറിഞ്ഞു ഈ കർത്താവ് സ്നേഹമാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. സംശയമുണ്ടെങ്കിൽ അഗസ്തീനോസിനോട് ചോദിക്കൂ. വ്യഭിചാരത്തിൽ മുങ്ങിക്കുളിച്ച അഗസ്റ്റിൻ ഇന്ന് ആൾത്താരയിൽ വണക്കത്തിന് യോഗ്യനായില്ലേ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്റ്റിൻ എന്നല്ലേ ഇന്നറിയപ്പെടുന്നത്? അവൻ്റെ പാപം ആരോർക്കുന്നു? പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ഓർക്കുന്നുണ്ട്. മനുഷ്യർ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നു. മനുഷ്യൻ അവൻ്റെ പാപത്തെപ്പറ്റി പ്രസംഗിക്കുന്നു. പക്ഷെ ദൈവം ഒരിക്കലും അഗസ്തീനോസിൻ്റെ പാപങ്ങളെപ്പറ്റി പ്രസംഗിക്കുന്നില്ല. ദൈവം അത് മാലാഖമാരോട് വിളംബരം ചെയ്യുന്നില്ല. ദൈവം അത് എന്നേ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇത് വായിച്ചു കളഞ്ഞ കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരിക്കൽ പോലും മാറ്റമില്ല. 3, ദൈവത്തിൻ്റെ ഗുണഗണങ്ങളിൽ മാറ്റമില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? 1, ദൈവം സർവശക്തനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും തൻ്റെ വചനത്താൽ ഉണ്ടാകട്ടെ 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 എന്ന് പറയുമ്പോൾ സകലതിനെയും ഉളവാക്കി ഉണ്മയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം, എല്ലാത്തിനെയും കൊണ്ടുവരുന്ന ദൈവം, എല്ലാത്തിനെയും അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. പ്രകാശം ഉണ്ടാകട്ടെ, ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ. ചെടികൾ ഉണ്ടാകട്ടെ, ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ. മരങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടാകുന്നു. മൃഗങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടാകുന്നു. പക്ഷികൾ ഉണ്ടാകട്ടെ, ഉണ്ടാകുന്നു. മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടാകുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ വചനത്താൽ ഉളവാക്കിയവൻ. അതിനെപ്പറ്റി യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉളവായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലൂടെ സകലതും ഉളവായി. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും സാധനം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ?
ദൈവം സൃഷ്ടിച്ചു വെച്ച മുളകും മല്ലിയും മഞ്ഞളും എല്ലാം കൂടെ കൂട്ടി നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മച്ചി കറി ഉണ്ടാക്കി തരുന്നു. ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കുന്നത് എന്താണ്? ദൈവം ഉണ്ടാക്കി വെച്ച സാധനങ്ങളെ ദൈവം കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി യോജിപ്പിച്ച് മൊബൈൽ ഫോണും ടെലിവിഷനും ഒക്കെ അവരുണ്ടാക്കുന്നു. പക്ഷെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതിനെ ഉണ്ടാക്കിയതാരാണ്? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇതിനെ ഉണ്ടാക്കിയതാരാണ്? അതാണ് ദൈവം, സർവശക്തനായ ദൈവം. ദൈവത്തിന്റെ ആ സ്വഭാവത്തിന് ഇന്നും മാറ്റമില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ മറുപടി ലൂക്കാ സുവിശേഷം 1:38 നമ്മൾ കാണുന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം ചോദിക്കുകയാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, നക്ഷത്ര സമൂഹങ്ങളെ നോക്കൂ, കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യനെ നോക്കൂ, പ്രകാശിക്കുന്ന ചന്ദ്രനെ നോക്കൂ, വലിപ്പമുള്ള ആനയെ നോക്കൂ, അലറിക്കൊണ്ടുവരുന്ന സിംഹത്തെ നോക്കൂ, കടലിലെ പടുകൂറ്റൻ തിമിംഗലങ്ങളെ നോക്കൂ. ഇതിനെ സൃഷ്ടിച്ച് എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവമക്കളെ, ദൈവത്തിന്റെ പൊന്നുമക്കളെ, ദൈവത്തിന്റെ ആ സ്വഭാവത്തിന് ഇന്നും മാറ്റമില്ല. വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. ഒരു വലിയ കൊടുങ്കാറ്റടിച്ച സമയത്ത് ഒരു വൻമരം കടപുഴകി വീണു. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മഴയെ തോടിക്കൊണ്ടിരുന്ന ഒരു ബാലന്റെ ശരീരത്തിലേക്ക് മരം വന്ന് വീഴുകയാണ്. അവൻ ആ നിന്ന നിപ്പിൽ മരിച്ചു വീണു. മാത്രമല്ല, അവന്റെ ശരീരം 4 കഷണമായി ചിതറിപ്പോയി. 4 തുണ്ടം മാംസ കഷ്ണങ്ങളായി ചിതറിപ്പോയി. അവന്റെ അമ്മ വാവിട്ട് നിലവിളിക്കുകയാണ്. കാരണം ഈ ശവശരീരം കണ്ടു നിൽക്കാൻ ആരെ കൊണ്ട് സാധിക്കുന്നില്ല. അവന്റെ ശവമടക്കിന്റെ സമയമായി, പക്ഷെ അവന്റെ അമ്മ ശവമടക്കാൻ സമ്മതിക്കുന്നില്ല. ആ അമ്മ പറയാണ്, വിൻസെന്റ് അച്ഛൻ വന്നിട്ട് അടക്കിയാൽ മതി, വിൻസെന്റ് അച്ഛൻ വന്നിട്ട് എൻ്റെ മകനെ അടക്കിയാൽ മതി, എൻ്റെ മകനെ വിൻസെന്റ് അച്ഛൻ വന്നിട്ട് അടക്കിയാൽ മതി. അപ്പോൾ ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്, സഹോദരി, ഏതെങ്കിലും ഒരു അച്ഛൻ അടക്കിയാൽ പോരെ, മോനെ അടക്കിയാൽ പോരെ? പോരാ, വിൻസെന്റ് അച്ഛൻ വന്ന് എൻ്റെ മോനെ കാണട്ടെ, വിൻസെന്റ് അച്ഛൻ വന്ന് എൻ്റെ മോനെ കാണട്ടെ. ആരാണ് ഈ വിൻസെന്റ് അച്ഛൻ? വിശുദ്ധ വിൻസെന്റ് ഫെറർ, പരിശുദ്ധാത്മാഭിഷേകത്താൽ ജ്വലിച്ച കത്തോലിക്ക പുരോഹിതൻ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി മാറിയ കത്തോലിക്ക സഭയിലെ അതിശക്തനായ ദൈവത്തിന്റെ ദാസൻ, 42 മരിച്ചവരെ ഉയർപ്പിച്ച അതിശക്തനായ ദൈവദാസൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിച്ച ദൈവദാസൻ, അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവത്തിന്റെ ദാസൻ. എന്താ കാരണമെന്നറിയാമോ? ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച അതേ ദൈവം ഈ ദൈവദാസനിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യായിരുന്നു. ഏറെ വൈകിയാണെങ്കിലും വിൻസെന്റ് അച്ഛൻ സ്ഥലത്തെത്തി. അദ്ദേഹത്തിന് ഈ കാഴ്ച കണ്ട് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ കുഞ്ഞിന്റെ ശരീരം കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം കുറേ നേരം കരഞ്ഞു. സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞു. He moved with compassion. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞു. 4 ചിതറിപ്പോയ ബാലന്റെ ശരീരം കണ്ട് പരിശുദ്ധാത്മ നിറവിലായിരുന്ന വിൻസെന്റ് അച്ഛന്റെ ഹൃദയം തകർന്നു പോയി. അദ്ദേഹം കണ്ണുനീരോടുകൂടി കുറച്ചു സമയം പ്രാർത്ഥിച്ചിട്ട് 4 മാംസത്തുണ്ടങ്ങളും 4 ഈ കഷ്ണങ്ങളും കൂടെ ചേർത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ മുകളിൽ ഒരു അടയാളമിട്ടിട്ട് പറഞ്ഞു, മകനേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, മരണത്തെ വിട്ട് എഴുന്നേറ്റു വരിക. ഹല്ലേലൂയ. മരണത്തെ വിട്ട് എഴുന്നേറ്റു വരിക. എഴുന്നേറ്റു വന്നു. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം ഉയർപ്പിച്ച 42 പേരിൽ ഒന്ന് ഈ ബാലനാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നിങ്ങൾ കിട്ടിയാൽ വായിക്കണം. കരയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വലിയവനായ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് ഇന്നും തനിക്ക് മാറ്റമില്ല, ഇന്നും തൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല, തൻ്റെ സർവശക്തിക്ക് മാറ്റമില്ല എന്ന് തെളിയിക്കുന്ന അത്ഭുതകരമായ ഒരു സംഭവം. വീണ്ടും ദൈവത്തിന്റെ ഗുണങ്ങളിൽ മാറ്റമില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മറ്റൊരു ഗുണം എന്താണ്? ദൈവം സർവജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണ്. 139-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ തിരുവചനം, സങ്കീർത്തനം 139:4, അവിടെ ഇപ്രകാരം പറയുന്നു, കർത്താവേ, ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് അത് അറിയുന്നു. ഞാൻ സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയുന്നവനായ ദൈവം. വാട്ട് എ മൈറ്റി ഗോഡ് അവർ ഗോഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്താണ് പറയാൻ പോണെന്ന് എനിക്കറിയത്തില്ല. 5 മിനിറ്റ് മുമ്പ് എനിക്കറിയത്തില്ല. ഞാൻ 5 മിനിറ്റ് മുമ്പ് 5 മിനിറ്റ് കഴിഞ്ഞ് എന്താ പറയാൻ പോണത്, നാളെ എന്താ സംസാരിക്കാൻ പോണത്, നാളെ എൻ്റെ വായിൽ നിന്ന് വരാൻ പോണ വാക്ക് എന്തൊക്കെയാ, എനിക്കറിയത്തില്ല. പക്ഷെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ഒരു വാക്ക് എൻ്റെ നാവിൽ വരുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് അറിയുന്നു. ദൈവം എല്ലാം അറിയുന്നു.
ഞാൻ ഒത്തിരിയേറെ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട CJ വർക്കിയച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു. നിങ്ങൾക്കറിയാം, വിശുദ്ധനായ ഒരു വൈദികനായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അപാരമായ നിറവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 9 കൃപാവരങ്ങളും അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്നു. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തുണ്ടായ ഒരു സംഭവം എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. സ്നേഹിതൻ ഇപ്പോൾ കാനഡയിലാണ്. ഞങ്ങളൊരിക്കൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ, വർക്കിയച്ഛൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനോഹരമായൊരു സംഭവം കൊണ്ട്, അതായത് എന്നോട് ഈ സംഭവം പങ്കുവയ്ക്കുന്ന സ്നേഹിതൻ്റെ സ്നേഹിതൻ, ആ സ്നേഹിതൻ ഒരു അക്രൈസ്തവനായിരുന്നു. ഈ സ്നേഹിതൻ 27ാമത്തെ വയസ്സിലാണ് യേശുവിൻ്റെ വചനം കേട്ട് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും നാഥനുമായിട്ട് സ്വീകരിച്ചത്. പക്ഷെ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചതിൻ്റെ 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കല്യാണ മോതിരം, വെഡ്ഡിങ് റിങ് നഷ്ടപ്പെട്ടു പോയി. ഇവൻ ആകപ്പാട് സങ്കടമായി. അപ്പൊ കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, എടാ, നീ യേശുവിൻ്റെ പുറകെ പോയതിന് നിനക്കിട്ടൊരു പണി കിട്ടിയതാ, പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇവൻ ആകപ്പാട് സങ്കടമായി. എവിടെയൊക്കെ നോക്കിയിട്ട് ഇവന്റെ കല്യാണ മോതിരം കാണുന്നില്ല. ഈശോയെ അറിഞ്ഞിട്ട് 4 ദിവസം ആയപ്പോൾ തന്നെ നല്ലൊരു സഹനം വന്നിരിക്കുകയാണ്. അപ്പൊ ഇവന് ഭയങ്കര സങ്കടമായി. എൻ്റെ മോതിരം പോയല്ലോ എന്നോർത്ത് വിഷമിച്ച് കരഞ്ഞു നടക്കുമ്പോൾ എൻ്റെ സ്നേഹിതനായ ഈ വ്യക്തി പറഞ്ഞു, രാത്രി 10 മണിയായി, എങ്കിലും നമുക്ക് വർക്കിയച്ഛനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവരന്ന് താമസിക്കുന്നത് ഹൈറേഞ്ച് മേഖലയിലാണ്. അവിടെ നിന്നുകൊണ്ട് വർക്കിയച്ഛനെ ഫോൺ ചെയ്തു. വർക്കിയച്ഛൻ എന്തോ ഭാഗ്യം പോലെ കൃത്യസമയത്ത് ഫോൺ എടുത്തു. എന്താടാ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ 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 എന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, അവന്റെ അലമാരി തുറക്കാൻ പറയുക. അതിൽ 2ാമത്തെ തട്ടിൽ ഒരു നീല നിറത്തിലുള്ള പാൻറ് ഇരിപ്പുണ്ട്. ആ പാൻറ്റിൻ്റെ തൊട്ട് മുകളിലായി ആ മോതിരം ഇരിക്കുന്നതായിട്ട് ദൈവം എനിക്ക് കാണിച്ചു തരുന്നു, ദൈവം എനിക്ക് ദർശനത്തിൽ കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അക്രൈസ്തവനായിരുന്നിട്ട് ഈശോയിൽ വിശ്വസിച്ച സഹോദരന് ഇത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അവിടെ മോതിരം വരാൻ സാധ്യത കുറവാണ്. പ്രിയപ്പെട്ടവരെ, എങ്കിലും അവൻ ആ രാത്രിയിൽ തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അലമാരി തുറന്ന് ആ തട്ടിലേക്ക് വന്ന് നീല പാൻറ്റിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കല്യാണ മോതിരം അവിടെ ഇരിക്കുകയാണ്. കർത്താവേ, ഒരു വാക്ക് എൻ്റെ നാവിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് അത് അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം എത്രയോ സത്യമാണ്. ആ ദൈവത്തിന് ഇന്നും മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഗുണഗണങ്ങളിൽ അടുത്തെന്ന് പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് മാറ്റമുണ്ടോ? ഇന്നും ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുക തന്നെ ചെയ്യുന്നു. 4ാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കൽ പോലും മാറ്റമില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഇതിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ പദ്ധതിക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. സുഭാഷിതങ്ങൾ 16:1 പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. ദൈവത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? പത്രോസിനോട് ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് കുരിശിന്റെ ചുവട്ടിൽ പത്രോസ് ഇല്ല, കുരിശിന്റെ ചുവട്ടിൽ യോഹന്നാനാണ് നിൽക്കുന്നത്. സത്യത്തിൽ പത്രോസിന് പകരം യോഹന്നാന്റെ മേൽ സഭയെ പണിയേണ്ടതാണ്. പക്ഷെ കർത്താവ് ഇത് ചെയ്തില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. തന്നെ വിട്ട് ഓടിക്കളഞ്ഞ പത്രോസിനെ ഈശോ സ്നേഹിച്ച് പുറകെ നടന്ന് പിടികൂടി അവൻ്റെ മേൽ തന്നെ സഭയെ പണിയാണ്. നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ കർത്താവ് പത്രോസിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ സഭയെ പണിയാൻ തീരുമാനിക്കുകയാണ്, യോഹന്നാന്റെ ലീഡർഷിപ്പിൽ അല്ല. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതികളിലും ദൈവം മാറ്റം വരുന്നില്ല. നമ്മളാണ് ദൈവത്തെ ഇട്ടിട്ട് പോകുന്നത്, ദൈവം നമ്മളെ ഒരിക്കലും ഇട്ടിട്ട് പോകുന്നില്ല. നമ്മളാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് പുറം തിരിഞ്ഞിട്ട് നമ്മുടെ പദ്ധതികളുമായിട്ട് നടക്കുന്നത്. അല്ലെ സാത്താൻ്റെ പദ്ധതിയോട് ആമേൻ പറയുന്നത്. ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതികളെ മാറ്റിക്കളയുന്നില്ല. എനിക്ക് നിന്നെക്കുറിച്ച് മനോഹരമായ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞവൻ ഇന്നും നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നിനും ദൈവം മാറ്റം വരുന്നില്ല. യേശയ്യായുടെ പുസ്തകം 43:25 പറയുന്നു, എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഒരു നാളും ഓർമ്മിക്കുകയില്ല. ദൈവമേ, തെറ്റിപ്പോയി എന്ന് യേശുവിനോട് പറയുന്ന ഒരു വ്യക്തിയുടെ പാപം ദൈവം ഓർക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മാറ്റമുണ്ടോ ഇതിന്? ഒരിക്കലും മാറ്റമില്ല. ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കൽ പോലും മാറ്റമുണ്ടാകുന്നില്ല. അവസാനമായിട്ട് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾക്കും മാറ്റമുണ്ടാകുന്നില്ല. ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നശിക്കും.
2000 വർഷങ്ങൾക്കും അരുളി ചെയ്ത വചനമാണ്. പക്ഷെ ഇന്നും അതിന് മാറ്റമില്ല. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നശിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾക്കും മാറ്റമില്ല. സ്നേഹമായ ദൈവം വഴിതെറ്റിപ്പോകുന്ന നമ്മളോട് പറയുന്നു, മക്കളെ നിങ്ങൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും മക്കളെ. ഈ കാര്യത്തിലും മാറ്റമില്ല. അതേ പ്രിയപ്പെട്ടവരെ, മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനമാണ് നമ്മൾ കുറിവാക്യമായിട്ടെടുത്തത്. ദൈവമായ എനിക്ക് മാറ്റമില്ല. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, മാറ്റമില്ലാത്തവനായ എൻ്റെ ദൈവമേ, അങ്ങേ ആരാധിക്കാനും സ്തുതിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അവിടുത്തെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല, അവിടുത്തെ വചനങ്ങൾക്ക് മാറ്റമില്ല, അവിടെ നിന്ന് ഒരിക്കലും മാറുന്നില്ല. ഞാൻ എന്നും അങ്ങയോടുകൂടെ ആയിരിക്കേണ്ടവനാണല്ലോ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ ആരാധന.